നമസ്കാരം. നാട്ടുവാർത്തയുടെ പ്രേക്ഷകർക്ക് നാട്ടുവാർത്തയുടെ തത്സമയത്തിലേക്ക് സ്വാഗതം. അദ്ദേഹത്തെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ഇന്ന് ഉച്ചയോടുകൂടി കാണാതായ ദീപുവിൻ്റെ ശരീരം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. വെഞ്ചേമിൻ്റെ സമീപത്ത് നിന്നാണ് അദ്ദേഹത്തിനെ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ എവിടെ കിടക്കുന്നത്? എവിടെ കിടക്കുന്നത്? ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടെത്തിയിരിക്കുകയാണ്. വെഞ്ചേമിന് സമീപം പിനാക്കിളിന് അടുത്ത് കനാലിൻ്റെ സമീപത്തു നിന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും വെട്ടത്തിൻ്റെ ഒരു അപര്യാപ്തത നിലനിൽക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ പുറത്തെടുക്കും. ഇന്ന് ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് ദീപു, അതായത് നിലവിൽ അഞ്ചൽ അഗസ്ത്യക്കോട് കോമളം സ്വദേശിയായിട്ടുള്ള ദീപു കനാലിൽ ഒഴുക്കിൽപ്പെടുന്നത്. കൂടുതൽ വ്യക്തമായ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ കാണാൻ പറ്റുമോ? നമസ്കാരം. നാട്ടുവാർത്തയുടെ പ്രേക്ഷകർക്ക് നാട്ടുവാർത്തയുടെ മറ്റൊരു തത്സമയത്തിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലയിലെ പുനലൂരിൻ്റെ സമീപം കരവാളൂർ എന്ന സ്ഥലത്ത് ഓടി ഒഴുകുന്ന കനാലിൽ ഇന്ന് ഉച്ചയ്ക്ക് 12:30 കൂടി കുളിക്കാനിറങ്ങിയ ദീപു എന്ന യുവാവ് ഒഴുക്കിൽപ്പെട്ടിരുന്നു. അദ്ദേഹത്തിനുള്ള തിരച്ചിൽ ഉച്ച തൊട്ട് ആരംഭിച്ചതാണ്. ഇപ്പോൾ ഏകദേശം 4 മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ പിനാക്കിളിന് സമീപം വെഞ്ചേമ്പിന് വെച്ച് അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും ഫയർഫോഴ്സ് അടക്കം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആംബുലൻസ് അടക്കം എല്ലാ സംവിധാനങ്ങളോടും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തെ കനാലിൽ നിന്നും പുറത്തെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വെട്ടത്തിൻ്റെ ഒരു വലിയ അപര്യാപ്തത നിലനിൽക്കുകയാണ്. ഏറെ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ വെഞ്ചേമ്പിന് സമീപത്ത് വെച്ച് അദ്ദേഹത്തെ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ വെട്ടത്തിൻ്റെ വലിയൊരു അപര്യാപ്തതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സ് ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയ ശരീരം പുറത്തെടുക്കാനുള്ള ശ്രമം ഇപ്പോൾ ആരംഭിക്കും. നമ്മുടെ അവസാന ലൈവിൽ ഇത്തരത്തിൽ വെഞ്ചേമ്പിന് സമീപത്തൂടി ശരീരം ഇങ്ങനെ ഒഴുകി പോകുന്നതായി കണ്ടെത്തിയ ഒരു വിവരം ലഭിച്ചിരുന്നു. പക്ഷേ അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ലൈവ് നമ്മൾ ക്ലോസ് ചെയ്തത്. എന്നാലിപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടെത്തിയിരിക്കുന്നു. ഉച്ചയ്ക്ക് അദ്ദേഹം വീഴുന്ന സമയത്ത് കനാലിലൂടെ പൂർണ്ണതോതിൽ വെള്ളം തുറന്നു വിട്ടിരിക്കുകയായിരുന്നു. തെന്മല ഡാമിൻ്റെ ഇടത് കര കനാലിലൂടെ ഉള്ള നീരൊഴുക്ക് അതിശക്തമായിരുന്നു. ആ സമയത്ത് അദ്ദേഹം മണൽ എന്ന പ്രദേശത്ത് എത്തുകയും അവിടെ കുളിക്കാനായി ഇറങ്ങുകയും ചെയ്ത സമയത്താണ് അദ്ദേഹം ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ടത്. ഇപ്പോൾ അദ്ദേഹം വീണ സ്ഥലത്ത് നിന്നും ഉദ്ദേശം ഒരു 6-7 കിലോമീറ്ററോളം മാറിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടെത്തിയിരിക്കുന്നത്. അജിത് അച്ചു, അദ്ദേഹം നിലവിൽ കുളിക്കാനായിട്ട് വെള്ളത്തിൽ ചാടിയതാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായി 2 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ അവരെ കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇതായിട്ടുണ്ടെങ്കിൽ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും നിലവിൽ ഇപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഇനി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ എന്തെങ്കിലും ദുരൂഹത ഇതിലുണ്ട് എന്ന് പറയാൻ കഴിയൂ. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നാട്ടുവാർത്ത ഇപ്പോൾ പുറത്തുവിടുന്നത്. അപ്പോൾ പോലീസ് പുനലൂരിൽ നിന്നുള്ള പോലീസ് ഇപ്പോൾ ഇവിടേക്ക് എത്തേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് സംഘവും ഇപ്പോൾ ഇവിടേക്ക് എത്തിയാൽ ഉടൻ തന്നെ അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള ശ്രമം ആരംഭിക്കും. എന്തായാലും മൊബൈൽ ചാർജ് വളരെ കുറവാണ്. കാര്യം ഇന്ന് ഉച്ച മുതൽ നമ്മൾ ഇത്തരം വിവരങ്ങൾ പരമാവധി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മൊബൈലിന് ചാർജ് അല്പം കുറവാണ്.
എന്തായാലും പരമാവധി എത്ര സമയം നീണ്ടു നിൽക്കുമോ അത്രയും സമയം തന്നെ ലൈവ് തുടരും എന്നാണ് തൽക്കാലം നാട്ടുവാർത്തയുടെ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാലും ഇവിടെയൊക്കെ തന്നെ വൻ ജനപ്രവാഹമാണ്. പക്ഷേ നമുക്ക് ഇരുട്ട് കാരണം കൂടുതൽ വ്യക്തമായി ദൃശ്യങ്ങൾ പുറത്തേക്ക് വിടാൻ കഴിയുന്നില്ല. എന്തായാലും വെള്ളത്തിനുള്ളിൽ തന്നെ അദ്ദേഹമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലത്തേക്ക് വൻ ജനപ്രവാഹമാണ് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സ് സംഘം അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിയാലുടൻ അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള ശ്രമം ആരംഭിക്കും. അഗസ്ത്യക്കോട്, അതായത് അഞ്ചൽ കോമളം സ്വദേശിയാണ് ദീപു. 36 വയസ്സാണ് ദീപുവിനുള്ളത്. 2 കുട്ടികൾ ഉണ്ട്. അദ്ദേഹം നിലവിൽ ഇലക്ട്രിക് വയറിങ് ജോലികൾ ഇലക്ട്രിക് പ്ലംബിങ് വർക്കുകൾ ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് കനാലിന് സമീപമാണ്. നമുക്ക് ഫയർഫോഴ്സ് എത്തിയാൽ മാത്രമേ കൂടുതൽ വെളിച്ച സംവിധാനങ്ങൾ ഒരുക്കുവാൻ കഴിയുകയുള്ളൂ. എന്തായാലും നിലവിൽ ഇപ്പോൾ ലൈവ് തുടരുകയാണ്. നാട്ടുപത്ര പ്രേക്ഷകർ ഇപ്പോൾ പുതിയതായിട്ട് ലൈവിലേക്ക് കയറിയ പ്രേക്ഷകർക്കായിട്ട് വിവരം ഒന്ന് ചുരുക്കി പറയാം. അതായത് ഇന്ന് ഉച്ചയ്ക്ക് കൊല്ലം ജില്ലയിലെ കരവാളിന് സമീപമുള്ള കനാലിൽ, അതായത് തെന്മല ഡാമിൽ നിന്നുള്ള ഇടതുകര കനാലിൻ്റെ മണലിൽ എന്ന പ്രദേശത്ത് ഉച്ചയ്ക്ക് 12:30 മണിയോടുകൂടി കുളിക്കാനെത്തിയ യുവാവാണ് ദീപു. നിലവിൽ അഞ്ചൽ അഗസ്ത്യക്കോട് കോമളം സ്വദേശിയാണ്. 36 വയസ്സുള്ള ദീപു കനാലിൽ കുളിക്കാനിറങ്ങിയ വഴിക്ക് അദ്ദേഹം ഒഴുക്കിൽപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിനായുള്ള തിരച്ചിൽ ഇന്ന് ഉച്ചയോടുകൂടി ആരംഭിച്ചാണ്. ഇപ്പോൾ വൈകുന്നേരം ഈ സന്ധ്യാസമയം, ഈ 6 മണി സമയത്ത് 7 മണി 6:30 അദ്ദേഹത്തെ എൻ്റെ ശരീരം കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ കനാലിനുള്ളിലാണ് അതുള്ളത്. നമുക്കത് ദൃശ്യങ്ങൾ വെളിച്ചക്കുറവിൻ്റെ ഒരു അപര്യാപ്തത മൂലം ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തമല്ല. അപ്പോൾ എന്തായാലും അല്പസമയത്തിനകം ഫയർഫോഴ്സ് ഇവിടേക്ക് എത്തും. ഫയർഫോഴ്സും പോലീസും അടക്കം എത്തി ഇപ്പോൾ നിലവിൽ ശരീരം പുറത്തെടുക്കും. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാട്ടുവാർത്തയിലെ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തുക്കൾ എന്ന് പറയുന്ന 2 പേർ ഇപ്പോൾ ഉച്ചയ്ക്ക് തന്നെ പോലീസ് കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ അവരെയും ടോർച്ചില്ലല്ലേ? അപ്പോൾ ഇവിടെ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് സംഘത്തിനായുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഘം അവിടേക്ക് എത്തും. നിലവിൽ വെള്ളത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലാണ് അദ്ദേഹത്തെ കാണപ്പെടുന്നത്. എന്തായാലും മൊബൈലിൻ്റെ ദൃശ്യങ്ങൾ അത്രത്തോളം കിട്ടുകയില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ ആ ലൈറ്റ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ആ ഒരു വെട്ടം ആ സെൻട്രൽ ഭാഗത്തേക്ക് അടിക്കുന്നുണ്ട്. ആ വെട്ടം അടിക്കുന്ന ഭാഗത്താണ് നിലവിൽ അദ്ദേഹം ഉള്ളത്. ഇത് പരമാവധി ഫോണിൽ നിന്നുള്ള സൂം ചെയ്ത ദൃശ്യങ്ങളാണ്. അപ്പോൾ ആ വെട്ടമടിക്കുന്ന ആ പോയിന്റിലാണ് അദ്ദേഹം ഉള്ളത്. അവിടെ കുടുങ്ങിക്കിടക്കുന്ന നിലയിലാണ് അദ്ദേഹം നിലവിലുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 12:01 മണിയോടുകൂടിയാണ് മണൽ ഭാഗത്ത് നിലവിൽ വെള്ളത്തിലേക്ക് കുളിക്കാനായി ചാടിയത്. ഇതേ തുടർന്നാണ് നിലവിൽ അദ്ദേഹം ഒഴുക്കിൽപ്പെട്ടത്. എന്തായാലും നാടിനെ നടുക്കിയ വലിയൊരു ദുരന്തമായി മാറിയിരിക്കുകയാണ് ദീപു നാട്ടുവാർത്ത എന്ന ഉച്ച മുതൽ ആദ്യ സംരക്ഷണം തന്നെ നാട്ടുവാർത്തയായിരുന്നു. അദ്ദേഹം കനാലിൽ വീണ സംഭവം ആദ്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന നാട്ടുവാർത്ത തന്നെ അവസാനം അദ്ദേഹത്തെ കണ്ടെത്തുന്നവരെ ആ ദൗത്യം തുടർന്നുകൊണ്ടിരുന്നു.
എന്തായാലും ഇത് അഞ്ചാമത്തെ ലൈവാണ് നാട്ടുവാർത്ത ഇന്നത്തെ ദിവസം ഇത് സംബന്ധിച്ച് ഇടുന്നത്. കാരണം ഉച്ച മുതൽ തന്നെ വളരെ ആകാംക്ഷയോടെയാണ് എല്ലാവരും കാത്തിരുന്നത്. ഏറെ പ്രാർത്ഥനകളോടെയാണ് അദ്ദേഹം ജീവനോടെ തിരികെ ലഭിക്കും എന്ന എല്ലാ പ്രാർത്ഥനയോടെയാണ് എല്ലാവരും കാത്തിരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടെത്തിയിരിക്കുന്നു. ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഫയർഫോഴ്സ് ഉടൻ തന്നെ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. ഫയർഫോഴ്സ് എത്തുന്നതിന് നിലവിൽ റോഡിൻ്റെ ഒരു ശോചനീയാവസ്ഥ തടസ്സമാണ്. ഇപ്പോൾ ഫയർഫോഴ്സ് എത്തിയാൽ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരം പുറത്തെടുക്കും. അതിനുവേണ്ടി ഉച്ച മുതൽ തന്നെ ആംബുലൻസൊക്കെ തന്നെ ക്രമീകരിച്ചിരുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി 1:30 ഫയർഫോഴ്സ് സംഘം എത്തുകയും എന്നാൽ കനാലിലെ ഒരു വലിയ ഒഴുക്ക് തിരച്ചിലിന് വലിയ തടസ്സമായിരുന്നു. ഇതേ തുടർന്ന് തെന്മല ഡാമിൽ വിവരം അറിയിക്കുകയും ഉടൻ തന്നെ ഡാമിലേക്കുള്ള നീരൊഴുക്ക് നിർത്തുകയായിരുന്നു. ഇതേ തുടർന്ന് ഏകദേശം ഡാമിൽ ഇത് അടച്ചാൽ തന്നെ ഏകദേശം 4-5 മണിക്കൂറുകൾ പിന്നിട്ടാൽ മാത്രമേ നീരൊഴുക്ക് കുറയുകയുള്ളൂ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 4:30 നീരൊഴുക്ക് കുറഞ്ഞിരുന്നു. അവിടെ ആ സമയത്ത് തന്നെ ഫയർഫോഴ്സ് സംഘം അദ്ദേഹം വീണ സ്ഥലം മുതൽ കനാലിൽ ഇറങ്ങി. ഫയർഫോഴ്സ് സംഘത്തോടൊപ്പം തന്നെ പ്രദേശവാസികളും രംഗത്തിറങ്ങി. കനാലിലൂടെ ഏകദേശം 4 കിലോമീറ്ററോളം അവർ തിരച്ചിൽ നടത്തിയിരുന്നു. അത്തരത്തിൽ തെരച്ചിൽ നടത്തി വരവെയാണ് ഇത്തരത്തിൽ വെഞ്ചേമിന് സമീപത്ത് വെച്ച്, അതായത് പിനാക്കിൾ വ്യൂ പോയിൻ്റ് അടിവശത്തുള്ള കനാലിൽ അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടെത്തുന്നത്. അത് നമ്മുടെ കഴിഞ്ഞ ലൈവിൽ നമ്മളത് പറഞ്ഞിരുന്നു. പക്ഷേ അത് ഔദ്യോഗിക സ്ഥിരീകരണം ലഭ്യമല്ലാത്തതുകൊണ്ട് നമ്മൾ ഔദ്യോഗികമായത് സ്ഥിരീകരിച്ചില്ല. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ലഭിച്ചിരിക്കുന്നു. ഇതേ തുടർന്ന് ഇപ്പോൾ ഔദ്യോഗികമായ സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും അദ്ദേഹത്തെ ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തിയാൽ ഉടൻ തന്നെ അദ്ദേഹത്തെ പുറത്തെടുക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കാരണം കാഴ്ചയ്ക്ക് വളരെ ഇപ്പോൾ നിലവിൽ മൊബൈൽ വെട്ടകൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും മൊബൈലിൻ്റെ ഫ്ലാഷ് ഇപ്പോൾ തൽക്കാലം ഓഫ് ചെയ്തിരിക്കുകയാണ്. കാരണം അത്രത്തോളം മൊബൈലിൻ്റെ ചാർജ് കുറഞ്ഞിരിക്കുന്നു. എന്തായാലും നാട്ടുവാർത്ത പരമാവധി ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ മൊബൈലിൻ്റെ ചാർജ് കുറയുന്നത് വളരെ വിഷമം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും എത്ര സമയം തുടരുന്നോ അത്രയും സമയം തന്നെ തുടരും. അല്പസമയത്തിനകം ഫയർഫോഴ്സ് സംഘം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം റോഡ് വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വാഹനം എത്തിച്ചേരുന്നതിനും അല്പം തടസ്സം നേരിടുന്നുണ്ട്. അവരെത്തിയാൽ ഉടൻ തന്നെ അദ്ദേഹത്തെ പുറത്തെടുക്കും. എന്തായാലും അഞ്ചൽ കോമളം സ്വദേശി, കോമളത്ത് ദീപു 3 വർഷക്കാലമായിട്ടാണ് വന്ന് താമസം ആരംഭിച്ചത്. അമ്പലംകുന്ന് സ്വദേശിയാണ് ദീപു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ദീപു 3 വർഷക്കാലമായി ഇപ്പോൾ കോമളത്താണ് താമസം. കോമളത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം ജോലിക്കും മറ്റുമൊക്കെ പോകുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി കനാലിൽ സുഹൃത്തുക്കൾക്കൊപ്പം എത്തി അദ്ദേഹം കനാലിൽ വീഴുന്നത് പ്രേക്ഷകർ അല്പസമയം ഒന്ന് സഹകരിക്കുക. കാരണം മൊബൈൽ ചാർജ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഫ്ലാഷ് ഇപ്പോൾ തൽക്കാലം ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് സംഘം എത്തിയാൽ നമുക്ക് ലൈറ്റ് അത്യാവശ്യമാണ്. അതുവരെ ഇത് നമ്മൾ ബാറ്ററിയുടെ ചാർജ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫ്ലാഷ് നമ്മൾ ഓഫ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ മൊബൈലിൻ്റെ സമീപത്തുള്ള യുവാക്കളുടെയൊക്കെ മൊബൈലിൻ്റെ വെട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ലൈവ് തുറന്നുകൊണ്ടിരിക്കുന്നത്. മൊബൈലുണ്ടോ? ഫ്ലാഷ് നോക്കിയിട്ട് ചിരത്തെ കൊണ്ട് വെട്ടം. മൊബൈൽ ചാർജ് ഉണ്ടോ? വേണ്ട. ആരാ? ഇപ്പോൾ നിലവിൽ നമ്മുടെ അടുത്തുള്ള ഒരു പയ്യൻ്റെ ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ വാങ്ങിയാണ് നിലവിൽ ഇപ്പോൾ നമ്മൾ ലൈവ് തുടരുന്നത്. അടുത്ത് കോള് വന്നിട്ട്
എന്തായാലും വയറിങ്ങും പ്ലംബിങ്ങും അടക്കമുള്ള ജോലികൾ ചെയ്തു വരികയായിരുന്നു നമ്മുടെ ദീപു. 36 വയസ്സ് പ്രായമുള്ള 2 പൊടി കുഞ്ഞുങ്ങളും ഒക്കെയാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം സുഹൃത്തുക്കൾക്കൊപ്പം ആണ് ഇന്ന് ഉച്ചയ്ക്ക് കനാലിലേക്ക് എത്തിയത്. നമ്മുടെ ഈ കനാലിനെ സംബന്ധിച്ച് കനാലിൽ വളരെ അടിയൊഴുക്ക് നിറഞ്ഞ ഒരു കനാലാണ്. കാരണം ഇതിൻ്റെ ഉപരിതലം വളരെ ശാന്തമായി തന്നെയാണ് ഒഴുകുന്നതെങ്കിൽ പോലും ഇതൊരു കോണിക്കൽ ആകൃതി ഉള്ളതുകൊണ്ട് തന്നെ അടിവശം ഒരു വി ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അടിവശം വളരെ ഫോഴ്സ് കൂടുതലാണ്, വളരെ ഒഴുക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ദീപു ആദ്യമൊക്കെ ചാടി നീന്തി എന്നാണ് സുഹൃത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ഭാഗം സൈഡ് നിന്ന് അദ്ദേഹം നീന്തിയിരുന്നു. അതിനുശേഷം വീണ്ടും എടുത്ത് ചാടുകയായിരുന്നു. ആ ചാട്ടം കനാലിൻ്റെ ഒത്ത മധ്യഭാഗത്തേക്കായിരുന്നു. ആ ഭാഗത്താണ് ഒഴുക്ക് കൂടുതലുണ്ടായിരുന്നത്. ആ ഭാഗത്ത് നിന്നും അദ്ദേഹം ഒഴുക്കിൽപ്പെടുകയായിരുന്നു. അതോടൊപ്പം ആ സമയത്ത് തന്നെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ മറ്റും കയറ് അദ്ദേഹത്തിന് എറിഞ്ഞു കൊടുത്തിരുന്നു. അവർ കൂടെ ഓടി ഏകദേശം ഒരു 100-200 മീറ്ററോളം അദ്ദേഹത്തിനൊപ്പം തന്നെ കൂടെ ഓടി കയറിട്ട് കൊടുത്തിരുന്നു. പക്ഷേ എന്നാൽ അദ്ദേഹത്തെ കയറിൽ പിടിക്കാൻ സാധിച്ചില്ല. ഇതേ തുടർന്ന് അദ്ദേഹം വെള്ളത്തിലേക്ക് മുങ്ങി പോവുകയായിരുന്നു. പിന്നീട് നടത്തിയ തെരച്ചിൽ കനാലിൻ്റെ നീരൊഴുക്ക് നിർത്തിക്കൊണ്ട് തന്നെ ഉള്ള തെരച്ചിൽ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വെഞ്ചേമിന് സമീപത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും വെള്ളത്തിനുള്ളിലാണ് ഇപ്പോൾ ശരീരമുള്ളത്. അപ്പോൾ ഫയർഫോഴ്സ് സംഘം അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം. റോഡ് വളരെ ദുർഘടം പിടിച്ചൊരു റോഡായതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് സംഘത്തിനൂടെ എത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. കനാൽ ജംഗ്ഷൻ ഇപ്പം നമ്മുടെ ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം ഇവിടേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ അവരിപ്പോൾ ഉടൻ തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി ശരീരം പുറത്തെടുക്കാനുള്ള ശ്രമം ആരംഭിക്കും. അപ്പോൾ എന്തായാലും ഫയർഫോഴ്സ് സംഘം എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവരുടെ വാഹനം ഇപ്പോൾ തൊട്ട് സമീപത്ത് തന്നെ എത്തിയിട്ടുണ്ട്. വിളിച്ച വിധാനങ്ങളോട് തന്നെ അവരിപ്പോൾ ആ വഴി തന്നെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഉടൻ തന്നെ ഇറങ്ങി ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ശ്രമം ആരംഭിക്കുകയാണ്. ഇവിടുത്തെ നിലവിലെ ഈ സാഹചര്യം കൂടി വിലയിരുത്തിക്കൊണ്ടായിരിക്കും വെള്ളത്തിലേക്ക് ഇറങ്ങുക. എന്തായാലും വെളിച്ച സംവിധാനങ്ങളുടെയാണ് വരുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ദീപുവിൻ്റെ ശരീരമാണ് ഇപ്പോൾ വെള്ളത്തിനടിയിൽ കണ്ടത്. ദീപുവിൻ്റെ ശരീരം കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ ദീപുവിൻ്റെ ശരീരം കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം പുനലൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുവാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു. ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ ദീപുവിൻ്റെ ശരീരം പുറത്തെടുക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു. ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. ശരീരം പുറത്തെടുക്കാൻ പോകുന്ന അല്പസമയത്തിനകം തന്നെ ദീപുവിൻ്റെ ശരീരം പുറത്തേക്ക് ഇറക്കുകയാണ്. ദീപുവിൻ്റെ ശരീരമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നത്. വെട്ടം ഇപ്പോൾ അവിടേക്കാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്ക് വ്യക്തമാകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ദീപു കമഴ്ന്ന നിലയിലാണ് ഇപ്പോൾ വെള്ളത്തിനുള്ളിൽ ഉള്ളത്.
അപ്പോൾ വെള്ളത്തിനുള്ളിൽ നിന്നും ശരീരം പുറത്തെടുക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നു. എത്രത്തോളം വ്യക്തമാകും എന്നറിയില്ല. എന്തായാലും നിലവിൽ നമുക്കുള്ള വെട്ട സംവിധാനങ്ങളിലൂടെ മാത്രമേ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയൂ. എന്തായാലും ഇപ്പോൾ ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാകുന്ന ദീപുവിൻ്റെ ശരീരമാണ്. വെള്ളത്തിൽ കമഴ്ന്ന നിലയിലാണ് ഇപ്പോൾ ശരീരമുള്ളത്. ഇപ്പോൾ കൊല്ലൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം പുറത്തെടുക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാട്ടുവാർത്ത പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇന്ന് ഉച്ച മുതൽ ആരംഭിച്ച തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ പിനാക്കിളിന് അടിവശത്ത് വെഞ്ചാമിന് സമീപത്ത് വെച്ച് ദീപുവിൻ്റെ ശരീരം കണ്ടെത്തിയിരിക്കുന്നത്. 2 പൊടി കുഞ്ഞുങ്ങളൊക്കെയുള്ള ഒരു പിതാവ് കൂടിയായിരുന്നു ദീപു. ഉച്ചയ്ക്ക് സുഹൃത്തുക്കൾക്കൊപ്പം കനാലിൽ കുളിക്കാൻ ഇറങ്ങിയ വഴിക്ക് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കൊല്ലം ജില്ലയിലെ പുനലൂരിന് സമീപം കരവാളൂരിന് അടുത്തുകൂടി ഒഴുകുന്ന തെന്മല ഡാമിൻ്റെ ഇടതുകര കനാലിലാണ് നിലവിൽ ദീപു വീണിരിക്കുന്നത്. ഫോണെടുത്ത് കൈ വെച്ചിട്ട് താഴെ പോയി എന്നെ കുറ്റം പറയില്ല. കൈ തട്ടി കോപ്പി പറഞ്ഞുള്ള കാര്യം പറയും ആദ്യമേ. ഫോണ് കൈ ഇരുന്നിട്ട് കൈ എങ്ങനെ കൈ ധാരാളം പോയ പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കില്ലേ ഞാൻ ഉള്ള കാര്യം പറയുക. ദീപുവിൻ്റെ ശരീരം ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം എടുത്തിരിക്കുന്നു. ശരീരം ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എന്തായാലും കണ്ടെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം ഇപ്പോൾ പുറത്തെടുക്കുകയാണ്. എന്തായാലും ഇപ്പോൾ പുറത്തെടുക്കുന്നു. അപ്പോൾ നാട്ടുകാരുടെയും കൂടെ സഹായത്തോടെ ശരീരം കരയ്ക്ക് കയറ്റുവാനുള്ള ശ്രമമാണ് ആരംഭിക്കുന്നത്. ഇനി മുതൽ ശരീരം നമുക്ക് കാണിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വസ്തുത കൂടി അറിയിക്കുന്നു. കാര്യം ഒരുപാട് നിബന്ധനകൾ ഫേസ്ബുക്കിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ഇനി മുഖം അല്ലെങ്കിൽ അവ്യക്തമായി തന്നെ നമുക്ക് കാണിക്കാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് ലൈവ് ചെയ്യുന്നതോടുകൂടി തന്നെ നമുക്ക് അതിന് പരിമിതികളുമുണ്ട്. അത് മനസ്സിലാക്കി പ്രേക്ഷകർക്ക് സഹകരിക്കുക. എന്തായാലും ശരീരം ഇപ്പോൾ പുറത്തെടുക്കുകയാണ്. ശരീരം പുറത്തേക്ക് എടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ശരീരം പുറത്തെടുക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കനാലിന് പിനാക്കിൾ വ്യൂ പോയിന്റിന് അടിവശത്ത് നിലവിൽ എംജെമ്മിന് സമീപത്ത് നിന്നാണ് കനാലിൻ്റെ അടിയിൽ നിന്നും ദീപുവിൻ്റെ ശരീരം കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ശരീരം കരയ്ക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രദേശവാസികളുടെ അടക്കം സഹായത്തോടു കൂടി ആണ് ഇപ്പോൾ ശരീരം കരയ്ക്ക് കയറ്റുന്നത്. പകുതി വരെ കയറിയ ഫയർഫോഴ്സ് സംഘം മണ്ണിടിഞ്ഞ് വീണ്ടും താഴേക്ക് പോയിരിക്കുന്നു. വീണ്ടും 1-2 പേരുടെ ഇറങ്ങി വീണ്ടും പിടിച്ച് കയറ്റാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം കൊണ്ട് കരയ്ക്ക് കയറാൻ വേണ്ടി പകുതി വരെ കയറിയിരുന്നു. അപ്പോഴാണ് അവിടുത്തെ മണ്ണിടിഞ്ഞ് ഫയർഫോഴ്സ് സംഘവും അദ്ദേഹമായിട്ട് താഴേക്ക് പോയത്. വീണ്ടും സ്ട്രക്ചർ അടക്കം ഇറക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം പുറത്ത് എടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കയറിയ ഭാഗത്തുകൂടി കയറാൻ സാധിക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന് പകരം തൊട്ടപ്പുറത്തുകൂടി ഒരു
പടി ഉണ്ട്. അതിലൂടെ കയറാനുള്ള ശ്രമം ആരംഭിക്കുകയാണ്. ഇതിലേ ഇറങ്ങാം ഇവിടെ ആകുമ്പോഴേ ആദ്യം കയറിയ ഭാഗത്തുകൂടി ശേഷം ഇപ്പോൾ മറുവശത്തുള്ള സ്റ്റെപ്പിലൂടെ അദ്ദേഹത്തെ പുറത്ത് എടുക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ ശ്രമത്തിൽ മണ്ണിടിഞ്ഞ് തിരികെ പോയ സാഹചര്യം ഉണ്ടായി. ഇവിടെ എനിക്കൊന്ന് വെച്ചിട്ട് ഒന്ന് മാറിക്കൊടുക്കുക, ഇവിടോട്ടൊന്ന് കെട്ടി അവർ ഇവിടെ നിന്നുണ്ടാ കയറെ പിടിച്ചോളെ. എവിടെ ഏത് ഭാഗത്ത് അങ്ങോട്ട് ഇറങ്ങിപ്പോലെ അവിടെ നോക്കണേ ചേർന്നോട്ടിട്ട് വേണമെങ്കിൽ ബുക്കിംഗ് കേട്ടാലേ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രഷർ കാണുന്ന മണ്ണിടിഞ്ഞ് തിരികെ പോകേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇതുവഴിയുള്ള ഒരു സ്റ്റെപ്പിലൂടെ ശരീരം കയറ്റുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും ഒക്കെ തന്നെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ശരീരം പുറത്തേക്ക് എടുക്കുന്നത്. ചെരുപ്പിട്ടോണ്ടിരിക്കുന്ന ഇറങ്ങല്ലേ. നല്ലത് ചേർന്നോട്ടിട്ട് കയറ്റിയാകുമ്പോ മുളി കേട്ടാണ്ട് അവിടെയും കേട്ടായിരുന്നു. നിങ്ങളെ കയറിയാൽ മതി, ഞാൻ ഇട്ടുതരാം. ഇതിങ്ങനെ കേറാൻ പാടായിരിക്കും. ചേർന്നോട്ടിട്ട് കയറ്റി ചേർന്നോട്ട് കിട്ടും. ഇപ്പോൾ സ്റ്റെപ്പിലൂടെ ശരീരം പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും റോപ്പ് നിലവിൽ ഇട്ടിട്ടുണ്ട്. റോപ്പിലൂടെ ആണ് പിടിച്ച് കയറുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് കനാലിന് സമീപത്ത് വെച്ച് വെള്ളത്തിലേക്ക് ചാടിയത്. എന്തായാലും നീണ്ട 4-5 മണിക്കൂറുകൾക്ക് ശേഷം ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം ഇപ്പോൾ കരയ്ക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പുനലൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങളും പ്രദേശവാസികളും കൂടിയാണ് ഇപ്പോൾ ശരീരം പുറത്തേക്ക് എടുക്കുന്നത്. അതായത് നമുക്ക് അവിടെ നിന്ന് പോക്കാം. എന്തായാലും ഫ്ലഡ് ലൈറ്റുകളടക്കം ഉള്ള സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങാടി ചെല്ലട്ടെ. പറഞ്ഞുതരാം. നിങ്ങൾ തന്നെ ഇവിടെ നിൽക്കുന്നവരെ ഇച്ചിരി സ്ഥലം തരണേ. നമ്മൾ അവിടെ നിന്നാണ് എടുക്കുന്നത്. ഇച്ചിരി അങ്ങോട്ട് മാറിക്കണേ. പാലത്തിൽ നിന്ന് എടുക്കുന്നത്. ആൾക്കാർ സപ്പോർട്ട് ചെയ്താൽ മതി. ഈ വഴി എടുക്കുന്നതല്ല. ഇവിടെ കുഴിയാ, ബാക്ക് കുഴിയാ. പുനലൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങളും അതോടൊപ്പം തന്നെ പ്രദേശവാസികളും ചേർന്നാണ് ഇപ്പോൾ ശരീരം പുറത്തെടുക്കുന്നത്. നിങ്ങൾ ലിഫ്റ്റ് ചെയ്യുക. നിങ്ങൾ ഇങ്ങോട്ട് ആട്ടി പിടിക്കുക, സപ്പോർട്ട് ചെയ്യുക. പയ്യന് പറയുന്നത് ലിഫ്റ്റ് ചെയ്യണേ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളിവിടെ ഹലോ മുണ്ടേ
ഹലോ മുണ്ടുള്ള ആളെ അതിൽ കയറി വിട് വെളിയിൽ പൊക്കുകയാണ് നിങ്ങളത് വലിച്ച് ഓർന്നു പോലെ കായ പിടിക്കല്ലേ കാലിൽ ചുറ്റിക്കോ കൈ നോക്കിക്കോളണം കൈ ഈ എഡ്ജിൽ വന്ന് ടൈറ്റ് ആവരുത് വലിയ ജനപ്രവാഹമാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇവിടെ കുഴിയുണ്ട് തട്ടല്ലേ തട്ടല്ലേ മൃതശരീരം നമുക്ക് കാണിക്കാൻ കഴിയില്ല. നമുക്ക് ശരീരം നിലവിൽ ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നിലവിൽ പുറത്തേക്ക് മാറുന്നു. ഉടൻ തന്നെ സ്ട്രക്ചറിൽ അദ്ദേഹത്തെ കയറ്റി ആംബുലൻസിലേക്ക് കയറ്റും. ഇതേ തുടർന്ന് അദ്ദേഹത്തെ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് അടക്കം കൊണ്ടുപോയി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ നമുക്ക് ദൃശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന്